CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി. ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വനം വകുപ്പിനോടുള്ള അതൃപ്തി സർക്കാരിനോടുള്ള അതൃപ്തിയായി മാറുന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്തുവാൻ മാത്രമേ ഈ CPM-നുള്ളിലുള്ളവർക്ക് പോലും കഴിയുകയുള്ളൂ. കാരണം അത്രമാത്രം അവർ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കിയിലായിക്കോട്ടെ, വയനാട്ടിലായിക്കോട്ടെ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ വന്നത് വനം വകുപ്പിനോടുള്ള അതിർത്തി മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേരളത്തിലാകമാനം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം. ഈ നടന്ന ജില്ലാ സമ്മേളനങ്ങളെല്ലാം തന്നെ വനം വകുപ്പിനെതിരെ സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലാ വിമർശനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ വനാതിർത്തികൾ പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി. ആ പലപ്പോഴും ജനങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തുന്ന വിധത്തിലാണ് വനം വകുപ്പിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രവർത്തന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് CPM-ന്റെ ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് വനം വകുപ്പിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും, അല്ലെങ്കിൽ നിലവിൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തമായ ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ മുഖ്യമായും വന്നിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമായും ചിന്നക്കനാൽ, മൂന്നാർ, മുള്ളരിങ്ങാട്, കുട്ടിക്കാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും അവസാനം കുട്ടിക്കാനത്ത് ഈ വനാതിർത്തിയോട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ജനവാസ മേഖലയായ ഒരു സ്കൂളിനോട് ചേർന്നൊക്കെയുള്ള സ്ഥലത്ത് വരെ ഈ കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കാട്ടാന എത്തുന്ന ഒരു സാഹചര്യം. പലപ്പോഴും അവിടെ നിന്ന് കുട്ടികൾ ഉള്ള സമയത്ത് പോലും കാട്ടാനകൾ ആ പ്രദേശത്തെത്തുകയും വലിയ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെയെല്ലാം തന്നെ വനം വകുപ്പിന്റെ പ്രവർത്തനം കൃത്യമായി ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയർന്നത്. അതോടൊപ്പം തന്നെ ഈ വനവിസ്തൃതി, അതായത് പലപ്പോഴും ഈ ജനവാസ മേഖലയിൽ കടന്നു കയറി വനം വകുപ്പിന്റെ ഭൂമിയാണ് എന്നുള്ള അവകാശവാദം പലപ്പോഴും ഈ ഒരു വനം വകുപ്പ് ഉന്നയിക്കാറുണ്ട്. അതിലെല്ലാം തന്നെ ഒരു കടുത്ത അതൃപ്തി ജനങ്ങളിലുണ്ട്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നിലപാടാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അവർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ പ്രവർത്തനം ഇനിയും അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കും. വനം വകുപ്പ് മന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല നടക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ. ശരി, എന്തായാലും വനം വകുപ്പിനെതിരെ മാത്രമല്ല ഈ രൂക്ഷ വിമർശനം CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്. സർക്കാരിനോടുള്ള ഒരു വിമർശനം കൂടെയായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.